അപ്പോൾ ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോക്കോ X2 ഗെയിമിംഗ് ഫോണായിട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടുതലായിട്ട് പോക്കോ X2 ഗെയിമിംഗ് കളിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിപ്സും, പിന്നെ നമ്മുടെ ഈ പോക്കോ X2 സ്പെഷ്യൽ ഫീച്ചർ ആയിട്ടുള്ള ഷവമിയിലെ എല്ലാ ഡിവൈസിലും ഉണ്ട്. ഈ ഗെയിം ടർബോന്റെ അഡ്വാൻസ് വേർഷനാണ് നമ്മൾ പോക്കോ X2 ഉള്ളത്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് അതിന്റെ യൂസും, മാക്സിമം ഗെയിമിംഗ് ടർബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുട്ടാന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ പിന്നെ ഗെയിം കളിക്കുമ്പോൾ നമ്മുടെ പോക്കോ X2 തരുന്ന പെർഫോമൻസ്, അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ പോക്കോ X2 ഉള്ള പ്രൊസസറിനെ കുറിച്ച് ഫസ്റ്റ് പറയാം. സ്നാപ്ഡ്രാഗൺ 730G എന്ന് പറയുന്നതിൽ ഇത് മെയിൻലി ഗെയിമിംഗ് പ്രൊസസറാണ്. ഇതിൻ്റെ ഉള്ള G എന്ന് പറയുന്നത് ഗെയിമിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രൊസസറിനെ കുറിച്ച് മാക്സിമം എല്ലാവർക്കും അറിയാൻ പറ്റും. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ഉള്ള ഫീച്ചർ ആയിട്ടുള്ള ഗെയിമിംഗ് ടർബോയിലേക്ക് പോകുന്നതിനെ കുറിച്ചിട്ട് പറയാം. അപ്പോൾ കുറേ പേർക്ക് ഗെയിമിംഗ് ടർബോ എവിടെയാണ് എടുക്കുന്നതെന്ന് അറിയില്ല, അവർക്ക് വേണ്ടി ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഗെയിമിംഗ് ടർബോയിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ സ്പെഷ്യൽ ഫീച്ചറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗെയിമിംഗ് സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിനുള്ള ഗെയിമിംഗ് ടർബോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഗെയിമിംഗ് ടർബോ മെനു വരും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ CPU മേലെ കാണിക്കുന്ന CPU എന്താണ്, GPU എന്താണ്, പിന്നെ ഞാൻ ഫ്രെയിം പെർ സെക്കൻഡ് എന്നിട്ടാണ്, ബാറ്ററി എന്നിട്ടാണ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ സംസാരിക്കും കുറച്ച് നേരം കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ സെറ്റിംഗ്സിനെ കുറിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഗെയിമിംഗ് ടർബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഗെയിമിംഗ് ടർബോയിൽ നിങ്ങൾക്ക് ചില മാക്സിമം മൊബൈൽ ഗെയിംസ് ഒക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആഡ് ആവും. ഇൻ കേസ് ആഡ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലസ് ബട്ടൺ ഉണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എൻ്റെ ഓൾറെഡി ഞാൻ 3 ഗെയിമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3 ഗെയിം യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ 3 ആഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നുള്ള തന്നെ ഡയറക്റ്റ് പ്ലേയിലേക്ക് പോകും. അതിന് മുന്നേ ഇതിൻ്റെ സെറ്റിംഗ്സിനെ കുറിച്ച് പറയാം. കുറേ പേർക്ക് ഗെയിമിംഗ് ടർബോ ഇങ്ങനെയല്ലായിരിക്കും കിട്ടണ്ടായിരിക്കുക, വെർട്ടിക്കലായിട്ട് കിട്ടണ്ടായിരിക്കും. അതിന് കൂടുതൽ എന്നൊരു ആനിമേഷൻസ് അല്ലെങ്കിൽ ഒരു കാണാൻ ഒരു ഭംഗി കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മോഡലിൽ ഇട്ടിട്ടുള്ളത്. പേജ് ഓറിയന്റേഷൻ ഹൊറിസോണ്ടൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മോഡൽ അവൈലബിൾ ആയിട്ടും. പിന്നെ നമുക്കൊരു ഗെയിമിൽ ഗെയിമിംഗ് ടർബോ അവൈലബിൾ ആണെങ്കിൽ ഇവിടെ ഗെയിമിംഗ് ടർബോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഇനേബിൾ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെർഫോമൻസ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെർഫോമൻസ് മോഡ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നെറ്റ്വർക്കിൽ കളിക്കാൻ പറ്റുന്നതിന് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ സ്വിച്ച് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് ഇത്തിരി കുറവാണെങ്കിൽ വൈഫൈയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതും അങ്ങനത്തെ ആയിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ഒരു സിം ഉണ്ട്, അപ്പം വേറെ സിം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർഷനും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അടുത്തായിട്ടുള്ള ഗെയിമിംഗ് DND എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളത്. ഗെയിമിംഗ് കളിക്കുന്ന സമയത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള മെസ്സേജുകൾ അല്ലെങ്കിൽ നമുക്ക് പറയില്ലേ നോട്ടിഫിക്കേഷൻസ്, ഫ്ലോട്ടിംഗ് വിൻഡോയിൽ വരുന്ന നോട്ടിഫിക്കേഷൻ നമുക്കൊരു ഡിസ്റ്റർബൻസ് വരും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങളൊരു PUBG കളിച്ചുകൊണ്ടിരിക്കുക, ആ സമയത്ത് നിങ്ങൾക്ക് കോൾ വന്നു. അപ്പോൾ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് യൂസ് ചെയ്യാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. ഗെയിമിങ്ങിൽ അതൊരു ഡിസ്റ്റർബൻസ് ആവില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് അഡീഷണൽ സെറ്റിംഗ്സ് ആണ്. ഓരോ ഗെയിംസിന് അഡീഷണൽ സെറ്റിംഗ്സ് ചെയ്യാം. ഞങ്ങൾ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. നമുക്കിതിൻ്റെ ഉള്ള ടച്ച് റെസ്പോൺസ് കൂട്ടാം. ഒരിക്കലും ഇത് ഹൈയിൽ ഇടാൻ പാടില്ല. സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു മീഡിയം ഓപ്ഷനിൽ വരെ നമുക്ക് ഇടാൻ ചെയ്യും. പിന്നെ ടച്ച് റെസിസ്റ്റ് ഏരിയ, നമുക്ക് സൈഡുകളിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു കൺട്രോൾ സിസ്റ്റമാണ്. റെഡ്യൂസ് ദ ടച്ച് സെൻസിറ്റീവ് നിയർ ദ എഡ്ജസ് ടു അവോയ്ഡ് ട്രിഗറിങ് ടച്ച് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ നമ്മൾ അഡ്ജസ്റ്റിലൊക്കെ ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈലിനെ അത്രത്തോളം സെൻസിറ്റീവ് ചെയ്യാതിരിക്കാനുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വൽ എൻഹാൻസ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില മൊബൈലുകൾക്ക് നമുക്ക് പറയില്ലേ AMOLED ഡിസ്പ്ലേ അല്ലാത്തതുകൊണ്ട് പല സെറ്റിങ്സും ഉള്ളതുകൊണ്ട് നമ്മുടെ ഡിസ്പ്ലേക്ക് ക്ലാരിറ്റി കുറയും. അപ്പോൾ നമുക്ക് അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ സ്ട്രോങ്ങിലാണ് ഇട്ടത്. സ്ട്രോങ് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ രാത്രിയിലും വിസിബിലിറ്റി ഉണ്ടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഗെയിമിലേക്ക് പോകാൻ. ഗെയിമിങ്ങിൻ്റെ വിശേഷം, ഗെയിമിങ്ങിൽ നമുക്ക് എന്തെല്ലാം ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ ഗെയിമിലേക്ക് നമ്മൾ PUBG ആണ് ജസ്റ്റ് കാണിക്കുന്നത്. നിങ്ങൾക്ക് PUBG ആണ് കൂടുതൽ പേര് കളിക്കുന്നതുകൊണ്ട് PUBG കളിക്കുന്നത്. ഏത് ഗെയിമിലും നമുക്ക് ഈ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗെയിമിങ്ങിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ബൂസ്റ്റഡ് സക്സസ്ഫുള്ളി ഗെയിമിംഗ് ടർബോ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സിമ്പിളായിട്ട് കാണാൻ സാധിക്കും ഒരു ചെരിഞ്ഞ രീതിയിലുള്ളത്. അത് നമ്മൾ ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഗെയിമിംഗ് ടർബോ ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള പ്രത്യേകതകൾ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് മുകളിലായിട്ട് CPU GPU FPS എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. പലർക്കും ഇത് കാണിക്കുന്നതല്ലാതെ ഇത് എന്താണ് GPU എന്താണ് CPU എന്ന് പറഞ്ഞ ഇതിനെക്കുറിച്ച് അറിയില്ല. ഈ CPU എന്ന് പറയുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. GPU എന്ന് പറയുന്നത് ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. ഇതെങ്ങനെ നമ്മുടെ ഗെയിമിങ്ങിനെ ഇഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഫസ്റ്റ് പറയാം. ഇപ്പോൾ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഗെയിമിനെ നല്ല രീതിയിൽ പെർഫോമൻസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സെക്ഷനെയാണ് ഈ CPU എന്ന് പറയുന്നത്.
അതന്നെ നമ്മുടെ പ്രൊസസ്സറാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ഘടകം. അപ്പോൾ നമ്മുടെ പ്രൊസസ്സർ 730G ആയതുകൊണ്ട് നമ്മുടെ പെർഫോമൻസ്, ഈ CPU പെർഫോമൻസ് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇതിനെയാണ്, നമ്മുടെ ഗെയിമിങ്ങിൻ്റെ പ്രൊസസ്സറിനെയാണ്. അപ്പോൾ പ്രൊസസ്സറിൽ നമ്മൾ എത്രത്തോളം എഫിഷ്യൻസി കൂടുന്നു അത്രത്തോളം നമുക്ക് ഗെയിമിംഗ് എക്സ്പീരിയൻസും അല്ലെങ്കിൽ നമ്മുടെ ഗെയിം കളിക്കാനുള്ള ഒരു സ്മൂത്ത്നെസ്സും ഇൻക്രീസ് ആവും. അപ്പോൾ നമ്മൾ CPU കൂടുന്നതിനനുസരിച്ച് GPU കൂടണം. GPU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. അപ്പോൾ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ പലർക്കും അറിയായിരിക്കാം. ബട്ട് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വിഷ്വൽ ക്വാളിറ്റി അല്ലെങ്കിൽ നമുക്കൊരു നാച്ചുറാലിറ്റി കൂടുന്നതിനെയാണ് ഈ ഗ്രാഫിക്സ് സഹായിക്കുന്നത്. നമ്മളൊരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കും, നമുക്ക് ആ ഗെയിമിങ്ങിലേക്ക് ഇൻവോൾവ് ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ അതിന് നമ്മുടെ ഗെയിമിൻ്റെ ഇഫക്ട്സ് അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ അതിനെ കൂടുതൽ എന്നിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനെയാണ് ഈ പറയുന്ന GPU എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം ഞാൻ കണ്ടിട്ടുള്ളത് ഒരു 45 വരെയൊക്കെയാണ് മാക്സിമം പോകുന്നത് കണ്ടിട്ടുള്ളത്. ഫ്രെയിം പെർ സെക്കൻഡ് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ ഒരു സെക്കൻഡിനുള്ളൊരു വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ നമുക്ക് ഒരു സെക്കൻഡിൽ ഒരു ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോട്ടോ. അപ്പോൾ നമുക്ക് ഒരു സെക്കൻഡിൽ എത്ര ഫോട്ടോകൾ ചേരുമ്പോഴാണ് നമുക്കൊരു വീഡിയോ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും പല സമയങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ പ്രോസസ്സ്. അപ്പോൾ ഒരു സെക്കൻഡിൽ ഇപ്പോൾ കാണുന്ന 30 ഫ്രെയിംസ് വരുന്നുണ്ട്. അപ്പോൾ 30 ഫ്രെയിംസ് ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു ഫോട്ടോ വ്യക്തമായ രീതിയിൽ ഇതൊക്കെ വളരെ ഫ്രെയിം എപ്പോഴാണ് യൂസ് ആവുന്നത് നമ്മൾ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ റണ്ണ് ചെയ്യുമ്പോൾ നമുക്കൊരു റണ്ണിങ് ഫീൽ കറക്റ്റായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റക്കായിട്ട് ഓടിയിട്ട് കാര്യമില്ല. നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടിയാൽ മാത്രമാണ് അതിൻ്റെ ഇഫക്ട്സ് ഉണ്ടാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു 3 കാര്യങ്ങളെ കുറിച്ചൊരു ബേസിക് ഐഡിയ ആണ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ള വാട്സപ്പ്, സോഷ്യൽ മീഡിയാസ് ഒക്കെ നമുക്ക് വൺ ഹാൻഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിത് ഗെയിം കളിച്ചുകൊണ്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊരു സൈഡിൽ വെച്ചിട്ട് നമുക്ക് ഗെയിം കളിക്കുകയും ചെയ്യാം. അത്യാവശ്യം നിങ്ങൾക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ ഗെയിം കളിക്കുന്ന PUBG കളിക്കുന്ന ആരും ഇടയിൽ കൂടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കില്ല. ബട്ട് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അതുമാതിരി തന്നെ ഫേസ്ബുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഉള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ച് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ള ഫ്ലോട്ടിംഗ് വിൻഡോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഫ്ലോട്ടിംഗ് വിൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിൽ വരുന്ന നോട്ടിഫിക്കേഷൻ, ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക, കുറേ വാട്സപ്പ് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക, അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം? നിങ്ങൾക്ക് മെസ്സേജ് നിങ്ങൾക്ക് കാണില്ല, മീൻസ് ഫ്ലോട്ടിങ്ങിലായിട്ട് ഇങ്ങനെ സൗണ്ട് വരില്ല, ടിക് ടിക് അങ്ങനത്തെ സൗണ്ടുകൾ വരാതെ നിങ്ങൾക്ക് ഗെയിമിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഒരു ഫ്ലോട്ടിംഗ് വിൻഡോയുടെ ക്യാൻസൽ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗെയിമിങ്ങിൻ്റെ ഇടയിൽ വേറെ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 കാണുന്ന സ്വിച്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് ബാറ്ററി നിങ്ങൾക്ക് 2 സിം ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരെണ്ണത്തിൽ റേഞ്ച് കുറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് നമുക്ക് മറ്റേലേക്ക് സ്വിച്ച് ചെയ്യാം. ഗെയിമിങ്ങിൻ്റെ പുറത്ത് പോകേണ്ട കാര്യമില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയത് നല്ലൊരു ഉപയോഗപ്രദമായിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഫോണിൻ്റെ സിമ്പിളായിട്ടുള്ള ഇതുകൊണ്ട് യൂസ് എന്ന് നമ്മൾ ഗെയിം കളിക്കുന്നതിൻ്റെ ഇടയിൽ ഇൻ കേസ് പുറത്തേക്ക് ഇറങ്ങിയെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഗെയിം ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ റണ്ണായിക്കൊണ്ടിരിക്കും. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേറൊരു കാര്യം വലിയൊരു ഫോൺ വിളിച്ചു വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അത്യാവശ്യമായിട്ട് വല്ലതും ആവശ്യം പറയുകയാണെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗെയിം ഇപ്പോൾ നമ്മുടെ സ്ക്രീൻ ഓഫ് ആയി എന്ന് ചോദിച്ചോട്ടെ, ബട്ട് ഇത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി ഗെയിം ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണായിക്കൊണ്ടിരിക്കും. പിന്നെ ഇത് തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ വേറൊരു കാര്യം PUBG കളിക്കുന്ന സമയത്ത് സാച്ചുറേഷൻ കൺട്രോൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സാച്ചുറേഷൻ S എന്ന് കാണുന്നത് നമുക്ക് സാച്ചുറേഷൻ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഗെയിമിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് പറഞ്ഞാൽ ഡിസ്പ്ലേയുടെ കളറെല്ലാം കൂടെ നമുക്ക് ഗെയിമിങ്ങിൻ്റെ ഒരു കളറിൻ്റെ ഡിഫറൻസ് കാണാൻ സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സാച്ചുറേഷൻസും ലൈറ്റും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ നോട്ടിഫിക്കേഷൻ കൺട്രോൾ എന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. കുറേ മെസ്സേജസും കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈലിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗണ്ട് റെക്കോർഡിംഗ് ആണ്, വീഡിയോ റെക്കോർഡിങ്. അപ്പോൾ നമുക്ക് ഈ ആൻഡ്രോയിഡ് മൊബൈലുകളുടെ ഒരു പ്രശ്നം തന്നെ പറയാം, നമുക്ക് വോയിസ് ഓവർ ഒരിക്കലും കിട്ടാറില്ല. മീൻസ് നമ്മൾ പറയുന്ന സൗണ്ട് കിട്ടില്ല, സിസ്റ്റം സൗണ്ടാണ് മാക്സിമം കിട്ടുള്ളൂ. ബട്ട് അത് തന്നെ നമ്മളെ ക്ലാരിറ്റിയോടുകൂടി റെക്കോർഡ് ചെയ്യാൻ നമുക്ക് ഇൻബിൽട്ട് ആയിട്ടുള്ള ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെയുള്ള സ്ക്രീൻഷോട്ടാണ്. പിന്നെയുള്ള ഈ കാണുന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഫയലുകൾ നമ്മൾ ഇൻ കേസ് നെറ്റ് സ്ലോ ആണെന്ന് തോന്നുക അല്ലെങ്കിൽ വല്ല പിങ്കും കാര്യങ്ങളും വരാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്താ പറയുക ഇതിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാകുന്ന എല്ലാ ഡീറ്റെയിൽസും കളയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. മീൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് വളരെ എന്നിട്ട് പറയാം ഇത്തിരി കൂടി നെറ്റ് സ്പീഡ് കൂടാനും അല്ലെങ്കിൽ പെർഫോമൻസ് സ്പീഡ് കൂട്ടാനും വേണ്ടിയിട്ടാണ് ഈ ക്ലിയർ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഗെയിമിങ്ങിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഗെയിമിംഗ് ടെസ്റ്റ് കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പോക്കോ F2 ഗെയിമിങ്ങിൻ്റെ സെക്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക്
ഇപ്പോൾ എന്താ റീസെൻ്റിലുള്ള ലോഞ്ച് ആയിട്ടുള്ള ഫോണുകളിൽ 20,000 താഴെയുള്ള മൊബൈലുകളിൽ ഏറ്റവും ബെസ്റ്റ് ഗെയിമിംഗ് ഫോണ് പോക്കോ X2 തന്നെയാണ്. നമുക്ക് ഗെയിമിങ്ങിൽ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു മോശം അഭിപ്രായം പോക്കോ X2നെ കുറിച്ച് പറയാൻ പറ്റും. ഞാനിപ്പോൾ ഇത്ര നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെയായിട്ട് എനിക്കൊരു പ്രശ്നങ്ങളോ ഒരു കാര്യങ്ങളോ ഞാൻ നല്ല രീതിയിൽ ഇപ്പോൾ ഗെയിം കളിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അത്യാവശ്യം ഒരു പ്രശ്നമോ എന്താ പറയുക ലാഗ് കാര്യങ്ങളോ എന്നുണ്ടെങ്കിൽ പിങ്ക് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മീൻസ് നമ്മൾ നെറ്റ്വർക്ക് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടല്ല. ഫോണിൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ഇതിലായിട്ട് കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. 1, 2, 3 ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചില സമയങ്ങളിൽ PUBG ലാഗ് വന്നിട്ടുണ്ടെന്ന്. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു 3 ഗെയിം ഞാൻ കളിക്കുന്നുണ്ട് അറ്റ് എ ടൈം. മീൻസ് എൻ്റെ മൊബൈലിൽ ഇൻസ്റ്റാളാണ്. അതും ചെറിയ ഗെയിമുകളല്ല, എല്ലാം ഒരു 1.25 GB അടുത്ത് വരുന്ന ഗെയിമുകളാണ്. എന്നിട്ട് കൂടി എൻ്റെ മൊബൈലിന് ഒരു ഹാങ്ങോ അല്ലെങ്കിൽ പെർഫോമൻസിൽ കുറവോ എനിക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് പേര് പറയുന്നു ഗെയിമിങ്ങിൻ്റെ ഇടയിൽ ഈ PUBGയുടെ ഇടയിൽ ലാഗ് വരുന്നുണ്ട്. അത് എൻ്റെ പേഴ്സണലി എനിക്ക് ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഗെയിമിങ്ങിൻ്റെ വേറൊരു ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ ഗെയിമിങ് ചെയ്യുന്ന സമയത്ത് ഹീറ്റിൻ്റെ ഒരു പ്രശ്നമാണ് മെയിനായിട്ട് രണ്ടാമത്തെ ഒരു സെക്ഷൻ വരുന്നത്. അപ്പോൾ ഇതുവരെയായിട്ട് എനിക്ക് എന്താ പറയുക ഗെയിമിങ്ങിൽ ഹീറ്റിൻ്റെ പ്രശ്നം ഇതുവരെയായിട്ട് വന്നിട്ടില്ല. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂർ കളിച്ച് കഴിഞ്ഞാൽ മൊബൈൽ ചൂടാവില്ല എന്നല്ല കേട്ടോ ഞാൻ എൻ്റെ മീനിങ്. നമുക്ക് മൊബൈൽ ചൂടാകുമ്പോൾ നമുക്ക് ഹാൻഡബിൾ ആയിട്ടൊരു രീതിയിലുള്ള ഹീറ്റിംഗ് മാത്രമാണ് ഉണ്ടാകുന്നത്. അല്ലാതെ ഒരു ഹെവി ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓവർ ഹീറ്റിംഗ് എന്നൊന്നും പറയാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ സാധാരണ രീതിയിലുള്ള ഹീറ്റ് മാത്രമാണ് നമുക്ക് മൊബൈലിൽ നിന്ന് ഉണ്ടാകുന്നത്. പിന്നെ ഒരു കാര്യം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഗെയിമിംഗ് ഡ്യൂറബിലിറ്റി ഞാൻ മാക്സിമം ഗെയിമേഴ്സിനോടൊക്കെ പറയുന്നത്, നിങ്ങൾ മാക്സിമം ഗെയിം കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം നിങ്ങൾ വേറെ എക്സ്റ്റേണൽ ഡിവൈസ് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഡിവൈസ് ഒക്കെ ഒരു ജോയ്സ്റ്റിക്ക് വാങ്ങിച്ച് കളിക്കുക. ഒരു ഹെവി ഗെയിമർ ആണെങ്കിൽ കേട്ടോ. അല്ലാതെ നിങ്ങൾ മാക്സിമം ഡിസ്പ്ലേയിൽ യൂസ് ചെയ്തിട്ട് കളിക്കാതിരിക്കുക. അപ്പോൾ എനിക്ക് ഇന്നാൾ തന്നെ ഒരു പ്രോ പ്ലെയർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അവൻ പോക്കോ X2 യൂസ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് കണ്ടിന്യൂസ് ആയിട്ട് ദിവസത്തിൽ ഒരു 5-6 മണിക്കൂർ PUBG ഡയറക്റ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അവൻ പറഞ്ഞ് കുറേ നേരം കളിച്ചിട്ട് ഷൂട്ടിംഗ് ഏരിയയിലെ അവിടെ അവൻ്റെ ആ സ്മൂത്ത്നെസ് പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗെയിം ഒരു എക്സ്ട്രാ ഹാർഡ് ഗെയിം നമുക്ക് പോക്കോ X2 കളിക്കാൻ പറ്റില്ല. എന്നുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ ദിവസത്തിൽ 6 മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇത്തിരി കൂടുതലാണ്. ബട്ട് അത് ഇങ്ങനത്തെ കളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ കളിക്കുന്ന ആൾക്കാർക്ക് പോക്കോ X2 സൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ എക്സ്റ്റേണൽ ആയിട്ടൊരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു ജോയ്സ്റ്റിക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എൻ്റെ ഒരു ഓപ്ഷൻ ഞാനും ഒരു എക്സ്റ്റേണൽ ജോയ്സ്റ്റിക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, മാക്സിമം കണ്ടിട്ടുണ്ടോ ആൾക്കാരൊക്കെ. അപ്പോൾ ഗെയിമിങ്ങിനെ കുറിച്ച് ഇതാണ് പറയുന്നത്. പിന്നെ ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി കൊണ്ട് മൊബൈൽ ഹീറ്റ് ആവുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് ചോദിച്ചു ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി ഉള്ളതുകൊണ്ട് പിന്നെ എന്താ മൊബൈൽ ഹീറ്റ് ആവണമെന്ന് ചോദിച്ചു. ബട്ട് ഞാൻ പറയുകയാണെങ്കിൽ ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി എപ്പോഴാണ് വർക്കാവുക, മൊബൈൽ ഹീറ്റ് ആയതിന് ശേഷമാണ് ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി വർക്കാവുക. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറഞ്ഞുതരാം. ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി ഉള്ളതുകൊണ്ട് മൊബൈൽ ഹീറ്റ് ആവുന്ന കുറയൊന്നുമില്ല. മീൻസ് നമ്മളിപ്പോൾ ഭയങ്കര ഹീറ്റായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു ഗെയിം കണ്ടിന്യൂസ് ആയി കളിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഗെയിമിൽ നിന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ നമ്മൾ ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി കൊണ്ട് നമ്മുടെ മൊബൈൽ പെട്ടെന്ന് തന്നെ കൂളാവും. മീൻസ് ഒരു 5 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ മൊബൈൽ പഴയ രീതിയിലേക്ക് കൂളായിട്ട് കിട്ടും. ഇതാണ് എനിക്ക് തോന്നിയത് ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി കൊണ്ട് എനിക്ക് തോന്നിയുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം. അല്ലാതെ നമ്മൾ ഗെയിം ഹീറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറ്റിനെ പെട്ടെന്ന് കുറയ്ക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. നമുക്ക് ഹീറ്റ് ഒരു കൺട്രോളബിൾ, ചിലപ്പോൾ ഹീറ്റ് കൺട്രോൾ ചെയ്ത് പോകുന്ന പോക്കോ ഈ കൂളിംഗ് ടെക്നോളജി കൊണ്ടായിരിക്കാം. ബട്ട് നമുക്ക് മെയിനായിട്ട് എനിക്ക് തോന്നിയത് ഗെയിമിങ്ങിൻ്റെ പുറത്ത് ഇറങ്ങിയ സമയത്ത് തന്നെ വേഗത്തിൽ തന്നെ നമ്മുടെ ഹീറ്റ് റെഡ്യൂസ് ആവുന്നതാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിന്ന് വലിച്ചിഞ്ഞ് കുറേ നീട്ടുന്നില്ല. അപ്പോൾ ഗെയിമിങ്ങിനെ കുറിച്ച് ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെർഫോമൻസിനെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ പെർഫോമൻസ് രീതിയിൽ എടുക്കുകയാണെങ്കിൽ പോക്കോ X2 ഈ പൈസ റേഞ്ചിലെ ഏറ്റവും ബെസ്റ്റ് ഫോൺ പോക്കോ X2 തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കും. ഞാൻ കുറേ നേരം വലിച്ച് നീട്ടിക്കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.